ആലപ്പുഴയിൽ ഗർഭകാല ചികിത്സയിലെ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. കുഞ്ഞിന് നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം ആലപ്പുഴയിലെ മിഡാസ് ലാബിലെ സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ ഡോക്ടറുടെ ഒപ്പിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടെത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രാവിലെ 11 മണിയോടെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. പിന്നാലെ അനീഷും സുറുമിയും കുഞ്ഞുമായി വന്നു. കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്ന് വിദഗ്ധ സംഘം ചോദിച്ചറിഞ്ഞു. ഇതുവരെയുള്ള ചികിത്സാ രേഖകളും പരിശോധിച്ചു. വൈകല്യങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള തെറാപ്പി അടക്കമുള്ള കാര്യങ്ങളും വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചാകും തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. ഡോക്ടർമാരുടെ സംഘം ലാബുകളിലെത്തിയും വിവരങ്ങൾ ശേഖരിച്ചു. അതേസമയം സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ മിഡാസ് ലാബിൽ ഡോക്ടറുടെ ഒപ്പുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കുന്ന സ്കാനിംഗ് റിപ്പോർട്ടിന്റെ പകർപ്പുകൾ പുറത്തുവന്നു. മിഡാസ് ലാബിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് പ്രഭാകരന്റെ ഒപ്പുകളിലാണ് വൈരുദ്ധ്യമുള്ളത്. ഒന്നര മാസത്തിലെയും 3-ാം മാസത്തിലെയും സ്കാനിംഗ് റിപ്പോർട്ടുകളിലെ ഒപ്പുകളിലാണ് വൈരുദ്ധ്യം. ആലപ്പുഴ സക്കറിയ ബസാർ സ്വദേശികളായ അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് പരാതി. സുറുമിയുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, ആലപ്പുഴ.